നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആറാമത്തെ ടൂ വീലർ ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ്. ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ റോയൽ എൻഫീൽഡിനുണ്ട്. കാരണം ബുള്ളറ്റ് ഒക്കെ ഒരു വികാരമാണ്. പക്ഷേ അടുത്തിടെയായി വിൽപ്പന, അതായത് റോയൽ എൻഫീൽഡിൽ വിൽപ്പന അല്പം കുറഞ്ഞിരുന്നു. 2024 ഡിസംബറിൽ 79,466 യൂണിറ്റുകളായിരുന്നു കമ്പനിയുടെ വിൽപ്പന. 2024 കലണ്ടർ വർഷം 8.57 ലക്ഷം യൂണിറ്റുകളാണ് കമ്പനി വിറ്റത്. 2023 വിറ്റ 8.22 ലക്ഷം യൂണിറ്റിനെ അപേക്ഷിച്ച് 4% വളർച്ച സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്രാൻഡിന്റെ ഏറ്റവും ജനപ്രിയ ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ബുള്ളറ്റ് 350. നോസ്റ്റാൾജിയ കലർന്ന റെട്രോ വിന്റേജ് ലുക്കും ആധുനിക എഞ്ചിനീയറിംഗും സമാസമം ചേരുന്ന ഈ ബൈക്ക് ഇന്നും യൂത്തിന്റെ ഹരം തന്നെയാണ്. പുതുവർഷം പിറന്നതോടെ ബുള്ളറ്റ് 350 മോഡലിൽ ചെറിയൊരു പരിഷ്കാരം വരുത്തിയിരിക്കുകയാണ് കമ്പനി. ബുള്ളറ്റ് 350യുടെ കളർ പാലറ്റിൽ നിന്ന് മിലിറ്ററി സിൽവർ ഷെയ്ഡ് എടുത്തു കളഞ്ഞതാണ്. ഡിമാൻഡ് കുറഞ്ഞ കാരണമാണ് മിലിറ്ററി സിൽവർ നിറം ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തത് എന്ന് വേണം കരുതാൻ. 2023 സെപ്റ്റംബറിലാണ് ഐഷറിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രാൻഡ് ഈ ബൈക്ക് പുറത്തിറക്കിയത്. അന്ന് പ്രധാനമായും 3 നിറങ്ങളിലായിരുന്നു ഓഫർ ചെയ്തിരുന്നത്. 1,73,000 രൂപയായിരുന്നു മിലിറ്ററി റെഡ്, മിലിറ്ററി ബ്ലാക്ക് എന്നിവയുടെ വില. അതേസമയം സ്റ്റാൻഡേർഡ് മെറൂൺ, സ്റ്റാൻഡേർഡ് ബ്ലാക്ക് എന്നീ മിഡ് ലെവൽ വേരിയന്റുകൾക്ക് 1.97 ലക്ഷം രൂപയായിരുന്നു വിലയിട്ടിരുന്നത്. ടോപ്പ് എൻഡ് ബ്ലാക്ക് ഗോൾഡ് നിറത്തിന് 2.16 ലക്ഷം രൂപയായിരുന്നു മുടക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു 1.79 ലക്ഷം രൂപ വിലയിൽ മിലിറ്ററി സിൽവർ നിറം റോയൽ എൻഫീൽഡ് കളർ പാലറ്റിൽ ഉൾപ്പെടുത്തിയത്. മിലിറ്ററി സ്റ്റാൻഡേർഡ് ട്രിമ്മുകളുടെ ഇടയിലായിരുന്നു മിലിറ്ററി സിൽവർ ട്രിം സ്ഥാനം പിടിച്ചിരുന്നത്. ഇതിന്റെ ഫ്യൂൽ ടാങ്കിലും സൈഡ് പാനലുകളിലും ആകർഷകമായ സിൽവർ പിൻ സ്ട്രിപ്പുകൾ ലഭിച്ചിരുന്നു. ബുള്ളറ്റിന്റെ ഇന്ധന ടാങ്കിലെ പിൻ സ്ട്രിപ്പുകൾ കൊയ്കൊണ്ട് വരയ്ക്കാൻ കലാകാരന്മാരെ നിയമിക്കുന്ന പൈതൃകമാണ് റോയൽ എൻഫീൽഡിനുള്ളത്. ഈ വരകൾ ബൈക്കിന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. മിലിറ്ററി ട്രിമ്മുകളിൽ ഇത് നൽകിയിരുന്നില്ല. 2024 സെപ്റ്റംബറിൽ കമ്പനി 1.74 ലക്ഷത്തിന് ബറ്റാലിയൻ ബ്ലാക്ക് നിറം കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് സ്ഥിതിഗതികൾ മാറിയത്. മിലിറ്ററി സിൽവറിനേക്കാൾ വില കുറവാണ് എന്ന് മാത്രമല്ല, ഇതിന്റെ ഫ്യൂൽ ടാങ്കിനും സൈഡ് പാനലുകളിലും ഗോൾഡൻ പിൻ സ്ട്രിപ്പുകളും റെട്രോ ചാം സമ്മാനിക്കുന്ന 3D ലോഗോയും ലഭിക്കുകയായിരുന്നു. പഴയകാലത്തെ ബുള്ളറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന സ്റ്റെപ്ഡ് സീറ്റുകളും റെട്രോ ടെയിൽ ഗേറ്റുകളും ബറ്റാലിയൻ ബ്ലാക്ക് ഷെയ്ഡിന്റെ പ്രത്യേകതകളായിരുന്നു. ബുള്ളറ്റ് 350 മിലിറ്ററി സിൽവർ ട്രിമിനെ മറികടന്നായിരുന്നു ബറ്റാലിയൻ ബ്ലാക്കിന്റെ വരവ്. അതോടെ അവതരിപ്പിച്ച 1 വർഷത്തിനുള്ളിൽ മിലിറ്ററി സിൽവർ ട്രിം വിട ചൊല്ലുകയായിരുന്നു. പാലറ്റിൽ നിന്ന് മിലിറ്ററി സിൽവർ ബ്ലാക്ക്, മിലിറ്ററി സിൽവർ റെഡ് നിറങ്ങൾ നിർത്തലാക്കിയതിന് പുറമെ 2025 റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 മോഡലിൽ മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ല. ഇതിനിപ്പോഴും ടൈഗർ ഐസ് പൈലറ്റ് ലൈറ്റുകളും സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ലഭിക്കുന്നുണ്ട്. അതേ 349cc സിംഗിൾ സിലിണ്ടർ J സീരീസ് എയർ കൂൾഡ് എഞ്ചിൻ 20.2 bhp പവറും 27 ടോർക്കും ഉത്പാദിപ്പിക്കുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സുമായി എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നു. കാലാതീതമായ ബോഡി വർക്കിന് കീഴിൽ ടെലസ്കോപ്പിക് ഫോർക്കും ഡ്യുവൽ ഷോക്ക് അബ്സോർബറുകളും ഉപയോഗിച്ച സസ്പെൻഡ് ചെയ്ത ഒരു ക്രാഡിൽ ഫ്രെയിം ഉണ്ട്. ജാവ 350, ഹോണ്ട ഹൈനസ് CB 350 എന്നിവയ്ക്ക് എതിരെയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 പ്രധാനമായും മത്സരിക്കുന്നത്.